നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നതോടുകൂടി വലിയ ആവേശത്തിലാണ് സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വരാജ് ഏറ്റവും ലളിത ജീവിതം നയിക്കുന്ന സി പി എമ്മുകാരൻ, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. അതാണ് സൈബറിടത്തിലെല്ലാം അവർ കൊട്ടിഘോഷിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. സ്വരാജിൻ്റെ വീരചരിതങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പാടി നടക്കുകയാണ് കമ്മികളെല്ലാവരും തന്നെ. എന്നാൽ ഈ ലളിത ജീവിതം നയിക്കുന്ന സ്വരാജ് ഇപ്പോൾ ഒരു 36 ലക്ഷത്തിൻ്റെ കാറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ വിവാദമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വിവാദത്തിൽ നിന്ന് തലയൂരുന്നതിന് ചില പൊടിക്കൈകൾ സ്വരാജ് പുറത്തെടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ സത്യവാങ്മൂലമടക്കം സൈബറിടത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഷർട്ട് വാങ്ങാൻ പോലും പണമില്ലെന്ന് പറഞ്ഞ PV അൻവറിന് 50 കോടിയിലേറെ രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞതും ചർച്ചകളിൽ നിറഞ്ഞിട്ടുണ്ട്. ഇതിനിടെയാണ് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി സ്വരാജ് സമർപ്പിച്ച സത്യവാങ്മൂലവും UDF കേന്ദ്രങ്ങൾ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സ്വത്ത് വിവരത്തിൽ പരാമർശിക്കുന്ന 36 ലക്ഷം രൂപയുടെ ആഡംബര കാറാണ് വലിയ ഒരു ചർച്ചയായും ആശ്ചര്യത്തോടെയും വിഷയം സൈബറിടം ഏറ്റെടുക്കാൻ കാരണം. ഇതൊരു വിവാദമായി മാറുന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി എം സ്വരാജ് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സത്യവാങ്മൂലം വായിച്ചിട്ട് മനസ്സിലാകാത്തവരായിരിക്കും ഇത്തരം വിമർശനം ഉന്നയിക്കുന്നതെന്ന് സ്വരാജ് പറഞ്ഞു. സത്യവാങ്മൂലം നോക്കിയാൽ അറിയാം, MLA ആയിരിക്കുമ്പോൾ ഒരു കാറുണ്ടായിരുന്നു. ഇക്കാര്യം സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ആ കാറ് വിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്ന കാറ് ഭാര്യ വാങ്ങിയതാണ്. ഇടപ്പള്ളി ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് വാങ്ങിയത്. അതും സത്യവാങ്മൂലത്തിൽ ചേർത്തിട്ടുണ്ട്. ഭാര്യ ഒരു സംരംഭകയാണ്. അവർക്ക് ആ വായ്പ അടയ്ക്കാനുള്ള ശേഷിയുണ്ട്. ഈ നാട്ടിൽ ആർക്കും വായ്പ എടുത്ത് വാഹനം വാങ്ങാൻ അവകാശമുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ആരുടെയെങ്കിലും അനുവാദം വാങ്ങി വേണമായിരുന്നു അത് ചെയ്യാനെന്നറിയില്ലായിരുന്നു. അതിപ്പോൾ താൻ ഭാര്യയോട് പറയാമെന്നും സ്വരാജ് പരിഹാസ രൂപേണ വ്യക്തമാക്കി. അതേസമയം നിലമ്പൂരിൽ മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ 6 ലക്ഷം മുതൽ 36 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾ ജീവിത പങ്കാളിയുടെ പേരിലുണ്ട്. 52 കോടി രൂപയുടെ ആസ്തിയുള്ള നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് 2016 മോഡൽ ടൊയോട്ടോ ഇന്നോവയാണ് സ്വന്തമായുള്ളത്. 16.45 ലക്ഷം രൂപയാണ് വിലയായി കാണിച്ചിരിക്കുന്നത്. ജീവിത പങ്കാളിയുടെ പേരിൽ വാഹനങ്ങൾ ഇല്ല. 63 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള LDF സ്ഥാനാർത്ഥി M സ്വരാജിന് സ്വന്തമായി വാഹനങ്ങളില്ല. എന്നാൽ ഭാര്യയുടെ പേരിൽ 2 വാഹനങ്ങളും കാണിച്ചിരിക്കുന്നത്. 2025 മോഡൽ ജീപ്പ് മെറിഡിയൻ ലോങ്കിറ്റ്യൂഡ് പ്ലസ് ഏകദേശം 36 ലക്ഷം രൂപ വിലയാണ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. 2013 മോഡൽ ഫോർഡ് ഫിഗോയും ഇവരുടെ കൈവശമുണ്ട്. 8 കോടിയുടെ ആസ്തിയുള്ള UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി വാഹനമില്ല. ഭാര്യയുടെ പേരിൽ 2,50,000 രൂപ വിലയുള്ള 2018 മോഡൽ നിസാൻ മൈക്രയും 3,50,000 രൂപ വില കാണിച്ചിരിക്കുന്ന എറ്റിയോസ് ലിവയുമാണ് ഉള്ളത്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് സ്വന്തമായി കാറില്ല. എന്നാൽ ഭാര്യയുടെ പേരിൽ 10 ലക്ഷം രൂപ വിലയുള്ള മാരുതി കാർ ഉണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടിയുടെ കൈവശം 2023 മോഡൽ ഹ്യുണ്ടായി i20 ആണുള്ളത്. 8 ലക്ഷം രൂപ വിലയാണ് കാണിച്ചിരിക്കുന്നത്. 15,000 രൂപ വില കാണിച്ച ഹോണ്ടയുടെ ഇരുചക്ര വാഹനവും സ്വന്തമായുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനമാണ് CPM ചർച്ചയാക്കിയത്. രാഹുലിന്റെ വരുമാനമടക്കം സൈബറിടത്തിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ M സ്വരാജിന്റെ ഭാര്യയുടെ വാഹനം ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലമ്പൂരിൽ ചർച്ചകൾ രാഷ്ട്രീയമായി മാത്രമല്ല ചൂടുപിടിക്കുന്നത്, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും അതും കടന്ന് കുടുംബത്തിലേക്കും കയറി വലിയ രീതിയിലുള്ള ചർച്ചകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് നേതാക്കൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ അനാവശ്യമാണെന്ന് നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വരുമാന നികുതി കൊടുക്കുന്ന ഒരു പൗരനാണെങ്കിൽ അതിന് ചിലവഴിച്ച പണം വർഷാവർഷം സമർപ്പിക്കുന്ന ആദായ നികുതി റിട്ടേണുകളിൽ കാണിക്കണം. അങ്ങനെയുള്ളപ്പോൾ EMI അടയ്ക്കാൻ ശേഷിയുള്ള ആർക്കും വാഹനം വാങ്ങാമല്ലോ, അതിന് വായ്പയും കിട്ടും. ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായാൽ അയാൾ പഴയ മാരുതി ഓൾട്ടോയോ ടാറ്റ ടിയാഗോയോ വാഗണറോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലെ പരിഹാസം
ശരിയല്ല എന്നാണ് സ്വരാജിനെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. സ്വരാജ് എന്ന ചെറുപ്പക്കാരനെ വ്യക്തിപരമായി സൈബർ ആക്രമണം നടത്തുന്നത് തെറ്റായ പ്രവണതയാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ CPM-കാർ എന്തുകൊണ്ട് ഈ പരിഗണന നൽകിയില്ല എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ ഏകദേശം ഒരു രൂപം തെളിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ മത്സര ചിത്രം വെളിവായിട്ടുണ്ട്. ഗോദയിൽ 10 പേരാണ് മാറ്റുരയ്ക്കുന്നത്. PV അൻവറിന്റെ അപരനടക്കം 4 പേർ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. PV അൻവറിന്റെ അപരനായിരുന്ന അൻവർ സാദത്താണ് പിന്മാറിയത്. SDPIയുടെ അപര സ്ഥാനാർത്ഥിയും പിന്മാറിയിട്ടുണ്ട്. ഇതോടെ അൻവർ മത്സരരംഗത്ത് തുടരുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന് കത്രിക ചിഹ്നം അനുവദിച്ചിട്ടുണ്ട്. അൻവർ മുൻപ് മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ഇക്കുറി കിട്ടിയില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നമായി ഓട്ടോറിക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെയാണ് അൻവറിന് കത്രിക ചിഹ്നം കിട്ടിയത്. അൻവർ 2 പത്രികയാണ് സമർപ്പിച്ചിരുന്നത്. ഒന്ന് TMC സ്ഥാനാർത്ഥിയായി പുല്ലും പൂവും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനും. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ തൃണമൂലിന് വേണ്ടി അൻവർ സമർപ്പിച്ച പത്രിക തള്ളിയിരുന്നു. അൻവർ സാദത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് നേരത്തെ PV അൻവർ ആരോപിച്ചിരുന്നു. ഇയാളാണ് ഇപ്പോൾ പത്രിക പിൻവലിച്ച ഒരു സ്ഥാനാർത്ഥി. മറ്റൊരാൾ PV അൻവറിന്റെ പത്രിക തള്ളപ്പെടുകയാണെങ്കിൽ പകരം മത്സരിക്കാനെന്നോണം ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ അബ്ദുറഹ്മാനാണ്. സാദിഖ് നടുത്തൊടി എന്ന SDPI സ്ഥാനാർത്ഥിയുടെ ഡമ്മിയായി പത്രിക നൽകിയ മുജീബും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, LDF സ്ഥാനാർത്ഥി M സ്വരാജ്, BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, PV അൻവർ എന്നിവർ തമ്മിലായിരിക്കും മുഖ്യ മത്സരം. അതേസമയം ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുമെന്നാണ് വിവരങ്ങൾ. 12 മുതൽ 14 വരെ നീളുന്ന മണ്ഡല പര്യടനത്തിൽ ഷൗക്കത്തിനായി പ്രചാരണത്തിനിറങ്ങും. M സ്വരാജിന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് നിലമ്പൂരിൽ 3 ദിവസം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.